നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. 10 മാസം പ്രായമുള്ള ആലൻ ഇനി 4 കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കും. സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതിയ ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത്. റോഡപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ആലൻ ഷെറിൻ 4 പേർക്കാണ് പുതുജീവനേകുക. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് ഈ കുട്ടി. ഇന്നലെ രാത്രി 10:30 കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കുന്നത്. അതിസങ്കീർണമായ ഈ ശസ്ത്രക്രിയ ഇപ്പോഴും തുടരുകയാണ്. വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വയസ്സുള്ള കുട്ടിക്കാണ് ദാനം ചെയ്തത്. ഹൃദയവാൽവ് ശ്രീചിത്ര ആശുപത്രിയിലും നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 7:13 കൊച്ചിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടത്. 3.5 മണിക്കൂർ താഴെ സമയമെടുത്ത് MC റോഡ് വഴി തിരുവനന്തപുരത്ത് എത്തി. ഫെബ്രുവരി 5 കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലൻ ഷെറിൻ ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ആലിൻ്റെ മാതാപിതാക്കളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അവരുടെ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലിൻ്റെ മൃതദേഹം മല്ലപ്പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ്. സംസ്കാരം നാളെ വൈകിട്ട് 3:30 നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിൽ നടക്കും. ഇതുകൂടാതെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. ഇതിലേക്കൊക്കെ പെട്ടെന്ന് വരാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലൻ പുതുജീവനേകിയത് 4 പേർക്ക്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ തുടരുന്നു. അവയവങ്ങൾ ഇന്നലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് 3.5 മണിക്കൂർ കൊണ്ട്. ആലിൻ്റെ സംസ്കാരം നാളെ നടക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഹിയറിംഗിനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഇതുവരെ ഹിയറിംഗ് പൂർത്തിയായത് 122 മണ്ഡലങ്ങളിൽ. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 39,297 പേർ. അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഈ മാസം 21-ന്. ആണവ കരാർ ചർച്ചകൾക്കിടെ ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ലക്ഷ്യമാക്കി ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനിക്കപ്പലിൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. ഗാസയിൽ പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ. എയർ ഇന്ത്യക്ക് 1 കോടി രൂപ ചുമത്തി DGCA. നടപടി മതിയായ അനുമതിയില്ലാതെ എയർബസ് വിമാനം 8 തവണ പറത്തിയതിന് നിയമലംഘനം നടത്തിയെന്നും യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡ് തകർന്നത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. പ്രധാന കവാടം മുതൽ ആശുപത്രിയുടെ സമീപം വരെയുള്ള റോഡിൽ കുണ്ടും കുഴിയും. നടപടി സ്വീകരിക്കാതെ അധികൃതർ. ISLന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരാളികൾ മോഹൻ ബഗാൻ. മത്സരം വൈകിട്ട് 5 മുതൽ കൊൽക്കത്തയിൽ. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അവയവം ദാനം ചെയ്ത കുഞ്ഞ് ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ അവയവങ്ങൾ 4 കുട്ടികൾക്കാണ് പുതുജീവൻ നൽകിയത്. രാത്രി 10:30 കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിലായി എത്തിച്ച അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ ഇപ്പോഴും തുടരുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. ആലൻ്റെ സംസ്കാരം നാളെ വൈകിട്ട് 3 മണിക്ക് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, കിംസ് ആശുപത്രിയിലെ സങ്കീർണമായ ശസ്ത്രക്രിയ അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് ആശുപത്രിയിൽ നിന്നും അറിയാനാവുന്നത്? കിംസ് ആശുപത്രിയിൽ കരൾമാറ്റൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, കുഞ്ഞ് ആലിൻ്റെ 4 അവയവങ്ങളാണ് 4 കുട്ടികൾക്ക് ജീവൻ ഏകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ 7:13 കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുമാണ് ഈ അവയവങ്ങളുമായി ആംബുലൻസ് പുറപ്പെട്ടത്. കൃത്യം 10:30
കൂടി 3-3.5 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിലേക്ക് ഈ അവയവങ്ങൾ എത്തിച്ചു. ആദ്യം തന്നെ കിംസിലേക്കാണ് അവയവം എത്തിച്ചത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി 6 മാസം പ്രായമുള്ള കുട്ടിക്കാണ് ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിസങ്കീർണമായൊരു ശസ്ത്രക്രിയയാണ് അവിടെ തുടരുന്നത്. അത് ഒപ്പം തന്നെ വളരെയേറെ ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ കൂടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളടക്കം ഇതിൻ്റെ ചെലവ് വഹിക്കുന്നതിനുള്ള സഹായങ്ങൾക്ക് അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതും കൂടി ഈ പൊതുജനത്തിന് മുന്നിലേക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നിലവിൽ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 6 മാസം പ്രായമുള്ള കുട്ടിക്ക് കിംസ് ആശുപത്രികൾ തുടരുന്നു. അതേ സമയത്ത് തന്നെ മെഡിക്കൽ കോളേജിലാണ് വൃക്കകൾ 2 വൃക്കകൾ 10 വയസ്സ് പ്രായമുള്ള കുട്ടിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. ഈ 2 വൃക്കകളും സാധാരണ രീതിയിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ 1 വൃക്കകൾ മാത്രമാണ് മാറ്റിവെക്കുക. എന്നാൽ കുട്ടികൾ ആയതിനാൽ തന്നെ ഈ 2 വൃക്കകളും ഈ കുട്ടിയിലേക്ക് മാറ്റിവെക്കുകയാണ്. അത് 10 വയസ്സുള്ള ആ കുട്ടിക്കാണ് ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഹൃദയ വാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഹൃദയ വാൽവുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേത്രപടലം അത് അമൃത ആശുപത്രിയിലുമാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. നിലവിൽ 4 പേർക്ക് ജീവൻ പകർന്നുകൊണ്ടാണ് കുഞ്ഞ് ആലിൻ കടന്നു പോകുന്നത് എന്നതാണ് വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനയുള്ള കാര്യമാണ്. ആലിൻ്റെ അപകടത്തെ തുടർന്നുള്ള മരണം എന്ന് പറയുന്നത് ഫെബ്രുവരി 5-ാം തീയതി ഉണ്ടായ അപകടത്തിലാണ് ആലിനെ വിവിധ ആശുപത്രികൾ ആദ്യം ചങ്ങനാശ്ശേരിയിലും തുടർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അമൃതയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ നൽകുന്നതിനുള്ള അനുമതി കുട്ടിയുടെ അച്ഛൻ നൽകുന്നത്. അത്തരത്തിൽ വലിയൊരു കർമ്മത്തിന് അദ്ദേഹം തയ്യാറായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും അദ്ദേഹം അതിന് തയ്യാറായി എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മൃതശരീരം അത് അമൃത ആശുപത്രിയിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അമൃത ആശുപത്രിയിലെ ജീവനക്കാർ അവർ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് അവിടെ നിന്നും മൃതദേഹത്തെ യാത്രയാക്കിയത്. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ രാത്രി 12:30 മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ സാധാരണ രീതിയിൽ രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താറുള്ള RDOയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 1:30 ആലിൻ്റെ ഭൗതികദേഹം സ്വദേശമായ മല്ലപ്പള്ളിയിലേക്ക് എത്തിച്ചിട്ടു. മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ ആലിൻ്റെ ഭൗതികദേഹം അവിടെ നിന്നും വീട്ടിലേക്കും തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം 3:30 നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI ചർച്ചിൽ സെമിത്തേരിയിൽ അടക്കം 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആലിൻ്റെ ഭൗതികദേഹം കാണുന്നതിനായി വിവിധ ആളുകൾ ആശുപത്രികളിലേക്ക് അടക്കം ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3:30 അറിയിച്ചിട്ടുള്ള സംസ്കാര നടപടികൾ എത്ര മണിയോടുകൂടി നടത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് ഇനിയും അറിയേണ്ടതുണ്ട്. എന്ന് തന്നെയായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സർക്കാരിൻ്റെ പ്രത്യേക ഗാർഡ് ഓഫ് ഓണറോട് കൂടിയായിരിക്കും കുട്ടിയുടെ സംസ്കാരം എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചരിത്രമാവുകയാണ് ആലിൻ. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന നിലയിൽ ആലിൻ ചരിത്രമാകുന്ന സമയത്ത് തന്നെ അവരുടെ മാതാപിതാക്കളുടെ ആ ഒരു മനസ്സിനെയാണ് ജനങ്ങൾ എല്ലാവരും തന്നെ വളരെ ഇതോടുകൂടി കാണുന്നത്. ഒപ്പം തന്നെ ഈ 4 കുട്ടികൾക്ക് ആലിൻ്റെ അവയവങ്ങൾ അത് പുതുജീവൻ ഏകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്, ഏറെ ആശാവഹമായ ഒരു കാര്യം കൂടിയാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആലിൻ ഇനിയിപ്പോൾ ചരിത്രത്തിലേക്ക് തന്നെയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 10 മാസം മാത്രമേ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയുമാണ് നമിക്കേണ്ടത്. അവർ ഇത്രയേറെ വേദന അനുഭവിക്കുമ്പോഴും കുട്ടിയുടെ അവയവങ്ങൾക്ക് ദാനം ചെയ്യാൻ സമ്മതിച്ചത് അവരെ നമിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ ഈ കുട്ടിയിലൂടെ 4 കുട്ടികളാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഈ കരൾമാറ്റ ശസ്ത്രക്രിയ. അത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആലിൻ്റെ കരൾ മാറ്റിവെക്കുന്നത് 6 മാസം പ്രായമുള്ള ദ്രിയയിലാണ്. കരൾ രോഗബാധിതയായ ദ്രിയയുടെ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ച് അമൃത ന്യൂസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവാണ് ദ്രിയ.
ഈ തുക കണ്ടെത്തുക എന്നെ കൊണ്ട് പറ്റുന്നു. 1.5 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ബൈജുകുമാറിന്റെയും വിദ്യയുടെയും മകളായ ദ്രിയയ്ക്ക് കരൾ രോഗം സ്ഥിരീകരിക്കുന്നത്. കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കൂലിപ്പണിക്കാരനായ ബൈജുകുമാറിന് കുഞ്ഞിന്റെ അസുഖം സ്ഥിരീകരിച്ചതോടെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ആശുപത്രി തിരക്കുകൾക്കിടയിൽ സന്മനസ്സുള്ളവരുടെ സഹായത്തോടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. കണ്ണിൽ മഞ്ഞ നിറം കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ കരൾ സംബന്ധമായ അസുഖമാണെന്നറിഞ്ഞു. അപ്പോൾ ഇവിടെ നൈറ്റിംഗൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കരൾ സംബന്ധമായ അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സർജറി ചെയ്തു. ആ സർജറി പാഴായിപ്പോയി. അത് പറഞ്ഞ് പൂർണ്ണമായും കരൾ മാറ്റിവെക്കണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. തുടർന്നുള്ള എല്ലാ ചികിത്സയ്ക്കുമായി ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് അവർ പറയുന്നത്. ചെറിയ സാമ്പത്തിക സഹായം പോലും ഇപ്പോൾ ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. കരൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഇപ്പം ഈ കുടുംബത്തെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാര്യം അത് 40 ലക്ഷത്തോളം രൂപ എന്നൊക്കെ പറയുന്നത് ഇവർ എങ്ങനെ വിചാരിച്ചാലും ആകെ ഈ ഇരിക്കുന്ന വീട് വിറ്റുകൊണ്ട് പോയാലും ഇത് നടക്കില്ല. ഒരു ആൾ 50 രൂപ വെച്ച് സഹായിച്ചിരുന്നാലും അവരെ രക്ഷിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സുമനസ്സുള്ള എല്ലാവരും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന് ഇവരെ ഒന്ന് സഹായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. 40 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കുഞ്ഞു ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. എയർ ഇന്ത്യക്ക് DGCA 1 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. എയർ വർത്തിനസ് പെർമിറ്റ് ഇല്ലാതെ 8 തവണ യാത്രാ വിമാനം ഉപയോഗിച്ചതിനാണ് നടപടി. ഗുരുതരമായ നിയമലംഘനമാണ് എയർ ഇന്ത്യ നടത്തിയതെന്ന് ഏവിയേഷൻ റെഗുലേറ്റർ വിശേഷിപ്പിച്ചു. എയർബസ് A320 വിമാനമാണ് നിയമലംഘനം നടത്തി സർവീസ് നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 24-നും 25-നും ഇടയിൽ ഡൽഹി, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങൾക്കിടയിലാണ് സർവീസ് നടത്തിയത്. പെർമിറ്റ് ഇല്ലാതെ വിമാനം പറത്തിയ സംഭവം രാജ്യത്തെ 2ാമത്തെ വലിയ വിമാന കമ്പനിയിലുള്ള പൊതുജന വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായെന്നാണ് DGCAയുടെ വിലയിരുത്തൽ. ഒരു വിമാനം സുരക്ഷാ പരിശോധനകളിൽ വിജയിച്ചതിന് ശേഷം റെഗുലേറ്റർ വർഷം തോറും നൽകുന്ന ഒരു പെർമിറ്റാണ് എയർ വർത്തിനസ്. പിഴ അടയ്ക്കുന്നതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഭാവിയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനുമേലുള്ള ആണവ കരാർ ചർച്ചകൾക്കിടെ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നു. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. ചർച്ചാധാരണയിൽ എത്തിയാൽ പിൻവലിക്കാമല്ലോ എന്നാണ് ട്രംപിൻ്റെ ചോദ്യം. നേരത്തെ എബ്രഹാം ലിങ്കൻ എന്ന കപ്പലിനെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു. വെനസ്വേലയുടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്ന ജെറാൾഡ് ആർ ഫോർഡ്. ഗാസയിലെ സമാധാന പദ്ധതി മുന്നോട്ടു പോകുന്നതിനിടെ മുന്നറിയിപ്പുമായി ഇസ്രയേൽ. പ്രകോപനമുണ്ടായാൽ വലിയ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേൽ സേനാ തലവൻ്റെ മുന്നറിയിപ്പ്. പ്രതിരോധം വെടിഞ്ഞ് ആക്രമണത്തിലേക്ക് മാറാൻ തയ്യാറാണ്. ഹമാസിനെ ഇല്ലാതാക്കാനും ഗാസയെ നിരായുധീകരിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നും സൈനിക മേധാവി പറയുന്നു. അതേസമയം സംഘർഷം അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള സമയമായെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയായത്. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിലൂടെ 39,297 പേർ പുറത്തായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള ഹിയറിംഗിൻ്റെ സമയം ഇന്ന് പൂർത്തിയാവുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. 122 മണ്ഡലങ്ങളിലെ ഇതിനോടകം തന്നെ നിയോജക മണ്ഡലങ്ങളിൽ ഇതിന്റെ നോട്ടീസ് അടക്കമുള്ള നോട്ടീസ് നൽകിക്കൊണ്ടുള്ള ഹിയറിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇനി 16 നിയോജക മണ്ഡലങ്ങളിൽ കൂടി ഈ ഹിയറിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി ഹിയറിംഗ് പൂർത്തീകരിക്കാനുള്ള 16 മണ്ഡലങ്ങളിൽ കൂടി വളരെ വേഗത്തിൽ ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആർക്കും അവരുടെ വോട്ടർ അവകാശം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പരിഷ്കരണ നടപടികൾക്കാണ് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 39,297 പേർ ഇതുവരെയുള്ള ഹിയറിംഗിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അടക്കം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കാരണം 4,217 പേരാണ് എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 1,630 പേർ അവർ വിദേശ പൗരത്വം സ്വീകരിച്ചവരാണ്. ഒപ്പം തന്നെ 33,450 പേർ അവർ താമസം മാറിപ്പോയവരാണ് എന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും മതിയായ കാരണങ്ങൾ കൃത്യമായ പരിശോധനയിലൂടെയും പട്ടികയിലൂടെയും കൃത്യമായ ഒരു വോട്ടർ പട്ടിക സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി അവശേഷിക്കുന്ന 16 മണ്ഡലങ്ങളിൽ കൂടി വളരെ കുറച്ച് മാത്രമാണ് ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കാനുള്ളത്. അവ കൂടി ഉടൻ തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം ഈ പട്ടിക ആദ്യ പട്ടിക തന്നെ പുറത്തുവിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 27-ാം തീയതിയോടുകൂടി പട്ടിക പുറത്തുവിടുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തുതന്നെയായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുകൾ അടക്കമുണ്ട് എങ്കിൽ തന്നെയും അവയൊക്കെയും വളരെ വേഗത്തിൽ തന്നെ ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ട് ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 17-ാം തീയതി പ്രത്യേക പാർട്ടികളുടെ യോഗം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. ആ 17-ാം തീയതി യോഗത്തിന് ശേഷമായിരിക്കും ആദ്യ വോട്ടർ പട്ടിക ഇത്തരത്തിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ആദ്യ വോട്ടർ പട്ടിക പുറത്തിറക്കുക. എന്തുതന്നെയായാലും അത് വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇനി 16 മണ്ഡലങ്ങളിൽ കൂടി 122 മണ്ഡലങ്ങളിൽ പൂർത്തീകരിച്ചു. 16 മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇവയുടെ ഹിയറിംഗ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതും വളരെ വേഗത്തിൽ കഴിയും എന്നാണ് കഴിയുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ളത്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഹിയറിംഗിന്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്തകളിലേക്ക് വന്നാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് SITയുടെ സാമ്പിൾ ശേഖരണം പൂർത്തിയായിരിക്കുന്നു. SP S ശശിധരന്റെ നേതൃത്വത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും SITക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവ ഇനി വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് കേൾക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ചത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 2 ദിവസം കൊണ്ടാണ് സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയത്. കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ എന്നിവയിൽ നിന്നും സാമ്പിളുകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. നേരത്തെ ഒരു തവണ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നെങ്കിലും VSSCയുടെ റിപ്പോർട്ടിൽ വ്യക്തതയില്ലായിരുന്നു. ഇതാണ് ഹൈക്കോടതി അനുമതിയോടെ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് തീരുമാനിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അളവിൽ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നഷ്ടമായ സ്വർണത്തിൻ്റെ അളവും കാലപ്പഴക്കവും കണ്ടെത്തുകയാണ് ലക്ഷ്യം. സാമ്പിളുകൾ മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ അയച്ച് പരിശോധിക്കും. വിശദമായ തെളിവ് ശേഖരണത്തിനു ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ സിസ്റ്റത്തിന്റെ തകരാറായി ഒരു റോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിലൊന്നായ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന കവാടമാണ് സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്നത്. ഈ റോഡ് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെയും യാത്രക്കാരുടെയും നടുവൊടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. എന്നിട്ടും പരിഹാരം കാണേണ്ട അധികൃതർ കണ്ണടച്ചിരിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ഈ റോഡ് മീറ്ററുകളോളമാണ് തകർന്നു കിടക്കുന്നത്. പ്രധാന കവാടം മുതൽ ആശുപത്രിയുടെ സമീപം വരെ റോഡിൽ കുണ്ടും കുഴിയുമുണ്ട്. ദിവസവും അന്യജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയുടെ പ്രധാന കവാടത്തിനാണ് ഈ ദുരവസ്ഥ. ജനപ്രതിനിധികളടക്കം ഇവിടെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സാമൂഹിക സാംസ്കാരിക സംഘടനകളടക്കം ബന്ധപ്പെട്ടവരുടെ മുന്നിൽ ഇത് എത്തിച്ചിട്ടും യാതൊരുവിധ പരിഹാരവും ഇതിന് കാണുന്നില്ല. അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടാകണം. അതല്ല എങ്കിൽ
ജനകീയ ജാഗ്രതാ സമിതി ബഹുജന സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന്. നിരവധി KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ആശുപത്രിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇതിനു പുറമെ മറ്റനേകം വാഹനങ്ങളും തകർന്നടിഞ്ഞ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടപ്പോൾ പെയ്ത മഴയിൽ എല്ലാം ഒലിച്ചുപോയി. ഇതോടെ കഴിഞ്ഞ ഒരു വർഷമായി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ ദുരിതയാത്ര. അവരുടെ ജീവൻ പണയം വെച്ചാണ് ആംബുലൻസ് വാങ്ങി കൊടുക്കുന്നത്. അതിനകത്ത് കിടന്ന് മറിഞ്ഞു വീണാണ് ആശുപത്രി എത്തിക്കുന്നത്. ഈ റോഡ് എങ്ങനെയും ശരിയാക്കി എടുക്കണം. കാര്യം വെച്ചാൽ അന്നുമാർക്ക് കുഴിയുടെ അവസ്ഥ ഭയങ്കരമാണ്. മഴ പെയ്താൽ ഞങ്ങൾക്ക് പോലും കണ്ണു കാണാൻ പോലെ ഓട്ടോക്കാരെ ഞങ്ങൾ പോലും കുഴിക്കാത്ത പോയി വീഴുകയും. അത്യാസന്ന നിലയിലായ രോഗികളെയും ഗർഭിണികളെയും ആംബുലൻസിലോ മറ്റ് വാഹനങ്ങളിലോ വേഗത്തിൽ കൊണ്ടുവന്നാൽ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന അവസ്ഥയാണ് ഉള്ളത്. റോഡിന്റെ പല ഭാഗത്തും മെറ്റലുകൾ മാത്രമാണുള്ളത്. അറ്റകുറ്റപ്പണിക്കായി 5 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചെങ്കിലും ഇതിന്റെ കരാർ ഏറ്റെടുക്കാൻ ആരുമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും സിസ്റ്റത്തിന്റെ തകരാറിന്റെ തെളിവായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ഈ റോഡ് മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി മറ്റൊരു ആശുപത്രിയിലെ വാർത്തയിലേക്ക് വന്നാൽ കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരസ്പരം പഴിചാരി BJPയും ഇടതുപക്ഷവും സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് BJP ആരോപിക്കുമ്പോൾ ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ നടന്നത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്നാണ് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ESI കോർപ്പറേഷൻ 9 സംസ്ഥാനങ്ങളിലായി അനുവദിച്ച 10 മെഡിക്കൽ കോളേജുകളിൽ ഒരെണ്ണം കൊല്ലത്ത് എന്നായിരുന്നു പ്രഖ്യാപനം. കൊല്ലം ആശ്രാമത്തെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കാനായിരുന്നു ESI കോർപ്പറേഷൻ തീരുമാനം. എന്നാൽ ഇതിനായി സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാഞ്ഞതോടെ കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജിനുള്ള സാധ്യതകൾ മങ്ങി. 600 കോടിയാണ് മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കുമായി ESI കോർപ്പറേഷൻ മുടക്കുക. 50 MBBS സീറ്റാണ് ഉണ്ടാകുക. ഇതിൽ 20% സീറ്റ് ESIയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മക്കൾക്കായി സംവരണം ചെയ്യും. ഇതൊക്കെയായിരുന്നു ESI കോർപ്പറേഷൻ ബോർഡിന്റെ പ്രഖ്യാപനങ്ങൾ. എന്നാൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുന്നത് തടഞ്ഞതുവഴി നഷ്ടപ്പെടുത്തിയത് തൊഴിലാളികളുടെ എയിംസ് ആണെന്നും 600 കോടിയാണ് കേരളം നഷ്ടപ്പെടുത്തിയതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. ESI ആശുപത്രി മെഡിക്കൽ കോളേജായി മാറുന്നത് വഴി അസംഘടിത വിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, അവരുടെ മക്കൾക്ക് അവരുടെ എയിംസ് ആണ് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിനാവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ നടത്തുന്നത് വെറും രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മെഡിക്കൽ കോളേജ് ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. ഭൂമി, അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപകർ, ആശുപത്രി കിടക്കകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പൂർണ്ണമല്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ. ഇതുമൂലമാണ് കൊല്ലം ആശ്രാമത്തെ ESI ആശുപത്രി മെഡിക്കൽ കോളേജാക്കാനുള്ള ESI കോർപ്പറേഷൻ തീരുമാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതെന്നാണ് സർക്കാർ വിശദീകരണം. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് വേനൽ കനത്തതോടെ തൊഴിൽ സമയം ക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നു. വെയിലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയമാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. വേനൽക്കാലമായതോടെ സംസ്ഥാനത്ത് പകൽ സമയത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ലേബർ കമ്മീഷണറുടെ ഇടപെടൽ. വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ 1958 കേരള മിനിമം വേതന ചട്ടം 24-25 വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ ഉത്തരവിറക്കി. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ വിശ്രമവേളയായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇവരുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിക്കണം. ഫെബ്രുവരി 12 മുതൽ മെയ് 20 വരെയാണ് സമയക്രമീകരണം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ളതും സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്തതുമായ മേഖലകളെ ഈ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും റോഡ് നിർമ്മാണ മേഖലയിലും പരിശോധന കർശനമാക്കും. എല്ലാ ജില്ലകളിലും ജില്ലാ ലേബർ ഓഫീസർ, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 1 എന്നിവരുടെ നേതൃത്വത്തിൽ 3 ടീമുകൾ പരിശോധനയ്ക്കായി രൂപീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇടുക്കി ഗജനാപ്പാറ സർക്കാർ ഹൈസ്കൂളിൽ ബസ് സർവീസ് നിലച്ചത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്നു. ബസിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കണ്ടെത്താൻ PTA സാധിക്കാതെ വന്നതോടെയാണ് 1 വർഷമായി ബസ് സർവീസ് നിർത്തിയത്. തമിഴ് തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള ഏക ആശ്രയമാണ് ഇടുക്കി ഖജനാപ്പാറ സർക്കാർ സ്കൂൾ. ഖജനാപ്പാറ, കുംഭപ്പാറ, രാജകുമാരി, ബൈസൺ വാലി, മുട്ടുകാട് തുടങ്ങിയ മേഖലകളിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പ്രധാനമായും പഠിക്കുന്നത്. 1 മുതൽ 10 വരെ തമിഴ് മീഡിയമാണ്. വിദ്യാർത്ഥികളുടെ യാത്രാസൗകര്യം ഉറപ്പാക്കുന്നതിനായി സ്കൂളിന് സർക്കാർ ബസ് അനുവദിച്ചു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ബസ് സർവീസ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളായ രക്ഷിതാക്കൾക്ക് ബസ് ഫീസ് അടയ്ക്കുന്നതിന് കഴിയാത്തതും ബസിന്റെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റ്നസ് ടെസ്റ്റ്, ഇൻഷുറൻസ് എന്നിവയ്ക്കായി ആവശ്യമായ തുക കണ്ടെത്താൻ PTA സാധിക്കാത്തതുമാണ് സർവീസ് നിലച്ചതിന്റെ പ്രധാന കാരണങ്ങൾ. ബസ് സർവീസ് നിർത്തിയതോടെ ചിലർ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് സ്കൂളിലെത്തുന്നത്. മറ്റു ചിലർ ഏറെ ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് കുട്ടികളുടെ പഠനത്തെയും സുരക്ഷയെയും ഗുരുതരമായി ബാധിക്കുന്നതായി അധ്യാപകരും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. ടാക്സ് അടയ്ക്കാനുള്ള പൈസ കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ വണ്ടി നല്ല കണ്ടീഷനാ. ഇത്തിരി സഹായം കിട്ടുവാണെങ്കിലും പിള്ളേർക്ക് നല്ല പ്രയോജനം കിട്ടും. ഈ പുതകൽ ഭാഗത്തൊക്കെ വരുന്ന പിള്ളേർ എല്ലാം ഇപ്പോൾ ട്രിപ്പ് വണ്ടിയിലാണ് വരുന്നത്. പ്രദേശവാസികളുടെ സഹകരണം ലഭിച്ചാൽ ബസിന്റെ ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കി സർവീസ് വീണ്ടും ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും. സാമൂഹിക സംഘടനകളും ജനപ്രതിനിധികളും ഇടപെട്ട് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. അമൃത ന്യൂസ്, ഇടുക്കി. പുൽവാമയിൽ 40 ജവാന്മാരുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 7 വർഷം. 2019 ഫെബ്രുവരി 14 രാജ്യത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്നത്. കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ലാത്പോരയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണം നടത്തുകയായിരുന്നു. ഈ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകി 12ാം ദിവസം ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തതും ചരിത്രമാണ്. ഫെബ്രുവരി 14 ലോകം പ്രണയത്തിന്റെ മധുരം നുണയുമ്പോൾ ഭാരതാംബയുടെ പ്രിയപുത്രന്മാർ മഞ്ഞുവീണ കശ്മീരിലെ പാതകളിലൂടെ ഒരു ദീർഘയാത്രയിലായിരുന്നു. ദേശീയപാത 44-ൽ 78 ബസ്സുകളിലായി മാതൃഭൂമിയുടെ കാവലാളുകൾ. വീടുകളിലെ കാത്തിരിപ്പുകളെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയെക്കുറിച്ചും സംസാരിച്ചു നീങ്ങിയ ആ 2500 സൈനികർക്ക് മുന്നിലേക്ക് മരണം പാഞ്ഞെത്തിയത് ഒരു ചാവേർ വാഹനത്തിന്റെ രൂപത്തിലായിരുന്നു. ആ നിമിഷം പുൽവാമയൊന്ന് നടുങ്ങി. ഭീകരതയുടെ ആ കറുത്ത കൈകൾ ചിന്നിച്ചിതറിച്ചത് 40 ധീരജവാന്മാരുടെ ജീവനായിരുന്നു. വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാർ ഉൾപ്പെടെയുള്ള ആ രക്തസാക്ഷികൾ ബാക്കിവെച്ചത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ. രാജ്യം തേങ്ങി. പക്ഷേ ആ തേങ്ങലിൽ ഒളിപ്പിച്ചു വെച്ചത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പായിരുന്നു. സ്ഥലവും സമയവും സൈന്യം തീരുമാനിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല. ആക്രമണത്തിന്റെ 12ാം നാൾ പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് വിമാനങ്ങൾ അതിർത്തി കടന്ന് പറന്നു. ശത്രുവിന്റെ കോട്ടയായ ബാലാക്കോട്ടിലേക്ക് അഗ്നിവർഷമായി അവർ ഇരമ്പിയിറങ്ങി. ചരിത്രത്തിന്റെ താളുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ആധുനിക ഭാരതം അതിർത്തി കടന്ന ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ആഞ്ഞടിച്ചു. ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞപ്പോൾ അത് ലോകത്തിനുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു. ഇത് നിശബ്ദമായി വേദന സഹിക്കുന്ന പഴയ ഇന്ത്യയല്ല, മറിച്ച് ശത്രുവിന്റെ ഗുഹയിൽ കയറി തിരിച്ചടിക്കാനും രാജ്യത്തിന്റെ അഭിമാനം കാക്കാനും തരിമ്പും മടിയില്ലാത്ത പുതിയ ഇന്ത്യ. പുൽവാമയിലെ ആ ജ്വാലകൾ ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും സിരകളിൽ പടരുന്നുണ്ട്. ജന്മനാടിനു വേണ്ടി ജീവൻ നൽകിയ ആ 40 വീരപുത്രന്മാർക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ രാജ്യം ഇന്ന് ശിരസ് നമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ന് ഫെബ്രുവരി 14 പ്രണയദിനം. പ്രണയിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി തങ്ങളുടെ പ്രണയത്തെ കരുതലോടെ ചേർത്ത് പിടിക്കാനുള്ള സമയം. കാലം നമ്മുടെ മുഖത്ത് ചുടുകൾ വീഴ്ത്തിയാലും ഹൃദയത്തിൻ്റെ കോണിൽ എന്നും വാടാതെ നിൽക്കുന്ന ആ ആദ്യാനുരാഗത്തിൻ്റെ സുഗന്ധം തേടിയുള്ള ഒരു യാത്ര.
മനോഹരമായ പ്രണയം ഒരു സംഗീതമായി എന്നും നമ്മിൽ പെയ്തുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. പ്രണയം അതൊരു വാക്കോ വികാരമോ മാത്രമല്ല, രണ്ടു ഹൃദയങ്ങൾക്കിടയിലെ നിശബ്ദമായ സംഭാഷണമാണ്. കാത്തിരിപ്പിൻ്റെ കയ്പും ചേർത്തണയ്ക്കലിൻ്റെ മധുരവും ഒത്തുചേരുന്ന വിസ്മയം. ഇന്ന് ലോകം മുഴുവൻ പ്രണയത്തിൻ്റെ ചുവപ്പ് പുതയ്ക്കുമ്പോൾ നാം തിരയുന്നത് ആരെയാണ്? നമ്മുടെ മൗനങ്ങളെപ്പോലും തിരിച്ചറിയുന്ന ആ പ്രിയപ്പെട്ട ഒരാളെ. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോടിന്നും ഇഷ്ടമല്ലേ ചൊല്ലൂ ഇഷ്ടമല്ലേ. ചില പ്രണയങ്ങൾ ഒരു പുസ്തകം പോലെയാണ്. ഓരോ പേജ് മറിക്കുമ്പോഴും പുതിയ അധ്യായങ്ങൾ. വഴക്കുകൾക്കും പിണക്കങ്ങൾക്കുമൊടുവിൽ കണ്ണുകൾ തമ്മിൽ കോർക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന ആ വാശിയില്ലേ, അവിടെയാണ് പ്രണയം അതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപം പ്രാപിക്കുന്നത്. വാക്കുകൾ തോറ്റുപോയിടത്താണ് പലപ്പോഴും ഹൃദയങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത്. ഒരു നോട്ടം കൊണ്ട് 1000 കാര്യങ്ങൾ പറയാൻ കഴിയുന്ന മാന്ത്രികത. കാലം നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തിയാലും ഓർമ്മകൾ മങ്ങാൻ തുടങ്ങിയാലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആ ആദ്യാനുരാഗത്തിൻ്റെ വിറയൽ എന്നും ബാക്കിയുണ്ടാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ്. അപ്പോൾ ആ അറിവിന് നിദാനമായിരിക്കുന്നത് എന്താണോ അതാണ് സ്നേഹം. ഇന്ന് വെറുമൊരു ദിവസമല്ല, മറിച്ച് ഒരു വാഗ്ദാനമാണ്. നിലാവുള്ള രാത്രികളിലും കാറ്റും മഴയും പെയ്യുന്ന കറുത്ത രാവുകളിലും നിഴലായി കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനം. ലോകം മുഴുവൻ നിന്നെ തനിച്ചാക്കിയാലും എൻ്റെ നെഞ്ചിൻ്റെ താളം നിനക്ക് കാവലിരിക്കുമെന്ന ഉറപ്പ്. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യം ആ സ്നേഹം തിരിച്ചു ലഭിക്കുക എന്നതും. ഈ ദിനത്തിൽ നിങ്ങളുടെ പ്രണയം പൂത്തുലയട്ടെ. വറ്റാത്ത ഒരു ഉറവയായി ആ സ്നേഹം എന്നും ഒഴുകട്ടെ. ഈ പ്രണയദിനത്തിൽ പ്രിയപ്പെട്ടവരുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറയൂ, നീയില്ലാതെ ഞാനില്ല എന്ന്. ഏവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ദിന ആശംസകൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗം കൊച്ചിയിലെ പിങ്ക് വസന്തമാണ്. നഗരത്തിലെ തെരുവോരങ്ങളിൽ പൂത്തു നിൽക്കുന്ന പിങ്ക് ട്രാമ്പറ്റ് മരങ്ങൾ സഞ്ചാരികൾക്കും നഗരവാസികൾക്കും ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. ജപ്പാനിലെ ചെറി ബ്ലോസം പോലെ തോന്നിപ്പിക്കുന്ന ഈ കാഴ്ച കൊച്ചിയുടെ സൗന്ദര്യം ഇരട്ടിയാക്കുകയാണ്. കൊച്ചിയുടെ നഗരക്കാഴ്ചകൾക്ക് ഭംഗിയേകി വഴിവക്കിൽ പൂത്തുനിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ നഗരത്തിലെ പ്രധാന ആകർഷണം. ഇലകൾ പൊഴിഞ്ഞ പിങ്ക് നിറത്തിലെ പൂക്കൾ മൂടിയ മരങ്ങൾ വിദേശ നഗരങ്ങളിലെ വസന്തകാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജാപ്പനീസ് കഥകളിൽ കേട്ടറിഞ്ഞ ചെറി ബ്ലോസം ഇപ്പോൾ കൊച്ചിക്കും സ്വന്തമാണ്. പിങ്ക് ട്രംപറ്റ് എന്നറിയപ്പെടുന്ന തബേബുയ റോസിയ എന്ന മരമാണ് നഗരത്തിലെ വഴിവക്കുകളിൽ പൂത്തു നിൽക്കുന്നത്. പനമ്പള്ളി നഗർ, കണ്ടെയ്നർ റോഡ് എന്നിവിടങ്ങളിലാണ് മരങ്ങൾ പൂവണിഞ്ഞത്. പൂക്കൾ മൂടിയ മരങ്ങൾ കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് എനർജിയാണ്, നല്ല എനർജിയാണ്. പിങ്ക് ഇപ്പോൾ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, കണിക്കൊന്നൊക്കെ ഉണ്ട് നല്ല. പക്ഷേ ഈ പൂ നല്ല രസമാണ് ഇപ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് എല്ലാവരും ഇപ്പോൾ വരുന്ന വഴിക്ക് കാണാം, എല്ലാ സ്ഥലത്തും ഫോട്ടോഷൂട്ടാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ സ്ട്രെച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ഹെലിക്കൽ വ്യൂ നല്ല ഭംഗിയായിരിക്കും. മധ്യ തെക്കേ അമേരിക്കയിലും മെക്സിക്കോ മുതൽ വെനസ്വേല വരെയുള്ള പ്രദേശങ്ങളിലുമാണ് പിങ്ക് ട്രംപറ്റ് വ്യാപകമായി കണ്ടുവരുന്നത്. എൽ സാവദോറിന്റെ ദേശീയ വൃക്ഷം കൂടിയാണ് ഇത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഈ മരങ്ങൾ കൊച്ചിയിലെത്തിയത്. നാവികസേന ആസ്ഥാനത്തും പനമ്പള്ളി നഗർ പോലുള്ള പ്രദേശങ്ങളിലും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇവ നട്ടുപിടിപ്പിച്ചിരുന്നു. കൊച്ചിയിലെ കാലാവസ്ഥ ഈ മരങ്ങൾക്ക് വളരാൻ അനുയോജ്യമായതിനാൽ എല്ലാ വർഷവും ഇവ പൂക്കാറുണ്ട്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇവ സമൃദ്ധമായി പൂക്കുന്നത്. ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ,
അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം പന്മനയിൽ നിന്ന് ദേശീയ കായികവേദിയിലേക്ക് ചുവടുകൾ വെച്ച് ഒരു കൊച്ചുമിടുക്കി. കളരിപ്പയറ്റിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പന്മന ചിറ്റൂർ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തിക ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു. പ്രായത്തെ മറികടന്ന് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന അവന്തിക ഇപ്പോൾ വരാൻ പോകുന്ന ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളിലാണ്. സ്വപ്നങ്ങൾക്ക് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പന്മനയിലെ ഈ കൊച്ചുമിടുക്കി. കളരിപ്പയറ്റിന്റെ കരുത്തും ആത്മവിശ്വാസവും നെഞ്ചിലേറ്റി ചുവടുകൾ വയ്ക്കുമ്പോൾ അവന്തികയുടെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഹൈദരാബാദിൽ നടന്ന നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടി. സംസ്ഥാനതല മത്സരങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം സ്വന്തമാക്കി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച കളരിപ്പയറ്റ് മത്സരത്തിലും മികവ് തെളിയിച്ചു. സംസ്ഥാന തലത്തിൽ തുടർച്ചയായി 2 തവണയും ജില്ലയിൽ തുടർച്ചയായി 4 തവണയും വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. സംസ്ഥാന ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കി ഭാവി പ്രതീക്ഷയായി മാറുകയാണ് ഈ കൊച്ചു താരം. പന്മന ചിറ്റൂർ ചെറുകാട്ടിൽ സാബുവിൻ്റെയും അങ്കണവാടി അധ്യാപിക ചിപ്പിയുടെയും മകൾ. ചിറ്റൂർ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. പക്ഷേ കളരിപ്പയറ്റിൻ്റെ കളരിയിൽ ഒരു പൂർണ്ണ പോരാളി. മകൾ കളരിപ്പയറ്റ് പഠിക്കണം എന്ന അച്ഛൻ്റെ സ്വപ്നം ഇന്ന് ദേശീയ നേട്ടങ്ങൾ സ്വന്തമാക്കി മകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ 3 വയസ്സിലെ അച്ഛനായിരുന്നു കളരിയെല്ലാം ചെയ്യിപ്പിച്ച് സ്ട്രെച്ചൊക്കെ ഇരുത്തി ഇങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു തന്ന്. കളരിയുടെ പേര് കൃഷ്ണേനം കളരി എന്നാണ്. എനിക്ക് നല്ലൊരു ആശാനെ കിട്ടിയത് ശശി എസ് ഗുരുക്കൾ എന്ന പേര്. പിന്നെ ഈ കളരിയുടെ എല്ലാം കോർഡിനേറ്ററാണ് ഗോപൻ സാർ എന്ന് പറയുന്നത്. എൻ്റെ ആഗ്രഹം ഇനിയും കളരിയിൽ കുറേ ചാമ്പ്യൻ ആവണം, പങ്കെടുക്കുന്നതിനെല്ലാം ചാമ്പ്യൻ ആവണമെന്നൊരാഗ്രഹം. സമപ്രായക്കാർ കളിയിലും വിനോദങ്ങളിലും ഒഴുകിയ പ്രായത്തിൽ ഈ മിടുക്കി കയ്യിൽ വടിയും ഹൃദയത്തിൽ സ്വപ്നവുമെടുത്ത് കളരിയിൽ പോരാടുകയായിരുന്നു. വീണും എഴുന്നേറ്റും വേദന മറന്നും മുന്നോട്ട് നടന്ന വഴിയിലാണ് ഇന്ന് ഈ വിജയം. സ്വപ്നം കണ്ടാൽ അതിനെ പിന്തുടരാൻ ധൈര്യമുണ്ടെങ്കിൽ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് അവന്തിക. വരുന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കുള്ള തീവ്ര പരിശീലനത്തിലാണിപ്പോൾ. പ്രായത്തെ മറികടന്ന് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന ഈ മിടുക്കി ഇനി വലിയ നേട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ്, അല്ല കഠിനാധ്വാനത്തിലാണ്. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ഇനി വനിതാ ജംഗ്ഷൻ കാണാം. നമസ്കാരം. നമ്മുടെ കേരളം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പ്രബുദ്ധമെന്നും സാംസ്കാരികമെന്നും നാം അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഈ മണ്ണിൽ ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഏറ്റവും ഒടുവിലായി പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്ന് നാം കേൾക്കുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തയാണ്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. സുരക്ഷിതമല്ലാത്ത കേരളം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമോ? തിരുവല്ലയിലാണ് ഉപജീവനത്തിനായി പോയ ഒരു സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. അതങ്ങ് ഉത്തരേന്ത്യയിലല്ല, ഇങ്ങ് കേരളത്തിലാണ്. വലിയ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കാത്തത്? സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? ഇതിപ്പോൾ നമ്മളിത് സംസാരിക്കാൻ ഇടയായ സാഹചര്യം ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയിലെ സ്പായിൽ ഒരു ജീവനക്കാരിയെ ഒരു കൂട്ടം ആളുകൾ വന്ന് ഗുണ്ടാപ്പിരിവിനായി വന്നതാണെന്നാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിലായി പറയുന്നത്. അപ്പോൾ ഗുണ്ടാപ്പിരിവിനായി വന്നു. പിന്നെ ഈ യുവതി ഇത് പൈസ കൊടുക്കില്ല, ആ പിരിവ് കൊടുക്കാൻ 40 മുതൽ 50,000 രൂപയോളമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇവരെ ഉപദ്രവിക്കുന്നു. പിന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ഇപ്പുറത്ത് ക്രൂരമായ ബലാത്സംഗം നടത്തുകയാണ്. തിരുവല്ല പോലൊരു നഗരത്തിലാണ് പകലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആളുകൾ
തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണ് ഈ യുവതിക്ക് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നത്. തീർത്തും ആശങ്കാജനകമായൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നിരവധി സ്ത്രീകളാണ് ഈ മേഖലയിൽ നിന്ന് ഈ മേഖലയിലല്ല പല മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും നാളെ ഒരാൾ ജോലിക്ക് ഇറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആശങ്കയുണ്ടാകും. നമ്മൾ സുരക്ഷിതമാണോ എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ജീവിക്കാൻ ഉണ്ടാകുന്നൊരു പ്രേരണയും അപ്പോൾ നമുക്ക് സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പോലീസുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. നമ്മൾ നമ്മുടെ സമൂഹത്തിലെ ക്രമസമാധാന നില അത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരുപാട് സംഭവങ്ങളാണ് ഈ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന പ്രതി എന്ന് പറയുന്നത് കാപ്പ ചുമത്തപ്പെട്ട പ്രതിയാണ്. മരണ സുബിൻ എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. അപ്പോൾ അത് കാപ്പ ചുമത്തപ്പെട്ട പ്രതി പിന്നീട് ജയിലിലൊക്കെ കിടന്ന് പിന്നീട് പുറത്തിറങ്ങിയിട്ടാണ് അവിടെ നഗരത്തിൽ വിഹരിക്കുകയാണ്. ഇത് ഈ ഒരു സ്പാ കേന്ദ്രീകരിച്ച് മാത്രമല്ല അവിടെ പല വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഈ പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോലീസ് അറിയാതെ ഇതൊക്കെ സംഭവിക്കുമോ? മായ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പോലീസും ഗുണ്ടകളും തമ്മിലുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പൈസ വാങ്ങിച്ച് പോലീസുകാർ ഗുണ്ടകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പ്രവണത തന്നെയാണ്. പട്ടാപ്പകൽ ഈ ഗുണ്ടകൾ ഒരു സ്ഥാപനത്തിലോട്ട് കയറി ചെന്ന് അത് ഗുണ്ട പിരിവോ കൊട്ടേഷനോ ആയിക്കോട്ടെ എങ്ങനെയാണ് ഇങ്ങനെ കയറി ചെന്ന് ഒരു പെൺകുട്ടിയെ മൃഗീയമായി ആക്രമിക്കാൻ ധൈര്യം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനർത്ഥം നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിദേശത്താണെങ്കിൽ ഇങ്ങനെ നടക്കുമോ? ഫെബ്രുവരി 1 നടന്നൊരു കേസാണ്. പക്ഷേ അത് പുറത്തു വരുന്നത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ അന്വേഷണത്തിലുണ്ടായ പാളിച്ച അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ കേസ് പുറത്തു വന്ന് പിന്നെ ഈ പ്രതികളൊക്കെയും ഈ 7ാം പ്രതിയെ വരെയും അറസ്റ്റ് ചെയ്യുന്നത് എത്ര ദിവസം എടുത്തിട്ടാണ്? അപ്പോൾ അതിനർത്ഥം നമ്മുടെ പോലീസ് സംവിധാനം കേരളത്തിൽ വളരെ മോശം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മൾ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. 2017 ആണെങ്കിൽ വാളയാർ കൊലക്കേസ് 2 ദളിത് പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു? കൂടാതെ വണ്ടിപ്പെരിയാർ കേസിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആ DYFI പ്രതിയെ വെറുതെ വിട്ടത്? അവിടെയും അന്വേഷണത്തിലുണ്ടായൊരു ഈ പ്രതിക്ക് രക്ഷപ്പെടാനുണ്ടായൊരു പഴുതാണ്. രാഷ്ട്രീയക്കാർക്ക് പോലീസിലുള്ളൊരു സ്വാധീനമാണ് എപ്പോഴും പല കേസുകളും ഇല്ലാതായി പോകുന്നത്. ഈ സംഭവം ഉത്തരേന്ത്യയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു മെഴുകുതിരിയും ബാനറുമായി കുറേ ആളുകൾ ഇപ്പോൾ തെരുവിലിറങ്ങിയേനെ. പക്ഷേ ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ട് ആരാണ് ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്? അതേസമയം നമ്മുടെ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ആയിരുന്നെങ്കിൽ പ്രതിഷേധ കൂട്ടായ്മയും പ്രതിഷേധ ജ്വാലയുമായി ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടേനെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതായത് കഴിഞ്ഞ 2 തവണ ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകൾക്ക് ഇവിടെ ഈ കേരളത്തിൽ സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു സ്ഥിതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഈ സ്പാ സെൻ്ററുകളിൽ നിന്ന് തന്നെ ഈ പോലീസിലേക്ക് മാസപ്പടി എത്തുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിൻ്റെ പിന്നാലെ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വകുപ്പുതല അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്പാ കേസ് ഉണ്ടായതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സ്പാകൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ ഒരു പരിശോധന, തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ കൊച്ചിയിൽ ഏകദേശം 500ഓളം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും ഈ നഗരമധ്യത്തിൽ കോവളം അവിടെയൊക്കെ ആയിട്ടാണ് ഏകദേശം 200-ലധികം സ്പാ സെൻറ്ററുകളാണ് ഉള്ളത്. സ്പാ മസാജിങ് സെൻറ്ററുകൾ, ക്രോസ് മസാജിങ് നമ്മളുടെ ഇവിടെ നിയമം അനുശാസിക്കുന്നില്ല, അത് അംഗീകരിക്കില്ല. അപ്പോൾ ഈ പല സ്പാകളും പ്രവർത്തിക്കുന്നത് ഈ നിയമവിരുദ്ധമായാണ്. ഈ സ്പായിലാണെങ്കിൽ ഡോക്ടർ വേണം, അംഗീകൃത മസാജർ വേണം, അങ്ങനെ പല നിബന്ധനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ എവിടെയും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്പാ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. 2013 തന്നെ പോലീസിന് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സ്പാകൾ നിയമവിരുദ്ധമായാണ് പലതും പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ പരിശോധന കൊണ്ട് അത് അവസാനിപ്പിച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത്
ഈ എല്ലാ സ്പാകളെയും നമ്മൾ അടച്ചു പറയുന്നില്ല, ഭൂരിഭാഗം സ്പാകളും ഈ അനധികൃതമായിട്ട് അതിൻ്റെ മറവിൽ പല ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പലതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നഗരസഭകളായിക്കോട്ടെ പഞ്ചായത്തുകളായിക്കോട്ടെ, ഇതിൽ നിന്നുള്ളൊക്കെ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. പല ഇത്തരത്തിലുള്ള സ്പാകൾക്കും മസാജിങ് സെൻ്ററുകൾക്കുമൊക്കെ ഒരു കണ്ണടച്ചുള്ള ഒരു അനുമതി ഈ ഭരണ സ്ഥാപനങ്ങൾ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസ് പല കേസുകളും അതുമായി ബന്ധപ്പെട്ട് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ മാസപ്പടി കൃത്യമായി ഈ ഗുണ്ടകൾക്കും ഈ പോലീസുകാർക്കും പോകുന്ന സംഭവങ്ങൾ തന്നെ നിരവധി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മറവിൽ നമ്മുടെ ഈ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്പാ മസാജിങ് സെൻ്ററുകൾക്കൊക്കെയാണ് ഇതിൻ്റെ പേരിലൊരു ചീത്തപ്പേര്. അവരും സംശയത്തിൻ്റെ നിഴലിലാണ്. നമ്മുടെ ടൂറിസമൊക്കെ പ്രധാനമായും ഈ ലക്ഷ്യം വെക്കുന്നതും വിദേശികളൊക്കെ എത്തുന്നതുമൊക്കെ ഈ നല്ല രീതിയിൽ നടത്തുന്ന ഈ സ്പാകളും മസാജിങ് സെൻ്ററുകൾ, ആയുർവേദ ചികിത്സയ്ക്കായി എത്തുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല രീതിയിൽ ബിസിനസ് നടത്തി പോകുന്ന സ്ഥാപനങ്ങളുമുണ്ട്. അതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളുമായിട്ടുള്ള സ്പാ സെൻ്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. ആ സ്പാ സെൻ്ററുകളിൽ ഇത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സിസ്റ്റത്തിൻ്റെ പോരായ്മ തന്നെയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്കുകളുണ്ട്. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈമിൻ്റെ കണക്ക് പ്രകാരം അതിൽ ഈ ക്രൈം റെക്കോർഡ്സ് കൂടുതലുള്ളത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിലൊരു വിദഗ്ധർ പറയുന്നത് ഈ ഇവിടെ എല്ലാ ചെറിയ പെറ്റി സംഭവങ്ങൾ പോലും കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നാണ്. പക്ഷേ അത് ഇത്തരത്തിൽ ഈ സ്പായിൽ സംഭവിച്ചിട്ടുള്ള ഒരു പീഡനമൊന്നും നമുക്കൊരു ഇത്തരത്തിലുള്ള ചെറിയ കേസായോ ഒന്നും കൂട്ടാൻ പറ്റില്ല. കേസുകൾ നമ്മൾ ഓരോ വർഷം കഴിയും തോറും ക്രമാതീതമായി ഉയരുകയാണ്. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഒരു പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി ജനങ്ങൾ എന്തായാലും പുനർചിന്തനം നടത്തിക്കോളും. കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജനങ്ങൾ അത് വിലയിരുത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലേക്ക് വരുന്ന എത്ര വിദേശികളാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്? എത്ര പേരാണ് ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത്? നമ്മുടെ നാടിനെ ഒന്ന് അറിയാൻ കാണാനായി വരുന്ന ആളുകൾ പോലും ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണ്. വലിയ സാംസ്കാരിക നാടാണ് കേരളം എന്ന് പറയുന്ന അത്രയും നല്ലൊരു മണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന എത്ര ആളുകളാണ് സുരക്ഷിതമായി തിരിച്ചു പോകുന്നത്? അതായത് ഈ നിയമത്തിൽ പഴുതുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടകൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇനിയും കേരളത്തിൽ സംഭവിക്കുകയുള്ളൂ. ഈ അവസാന സംഭവമാണ് തിരുവല്ലയിലെ ഈ ഒരു കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അന്വേഷണങ്ങളും ഈ സ്പാ കേന്ദ്രങ്ങളിലൊക്കെയും ഈ റെയ്ഡുമൊക്കെയും നടക്കുന്നു. ഇതിൻ്റെ ഒരു കെട്ടടങ്ങുമ്പോഴേക്കും ഇനിയൊന്നുമില്ല. ഇത് എപ്പോഴും കേരളത്തിൽ കാലാകാലങ്ങളായി കണ്ടുവരുന്നൊരു പ്രവണത തന്നെയാണ്. പിന്നെ മറ്റു കാര്യം പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഈ പോലീസിന് മേൽ സ്വാധീനമുണ്ടാകും. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഈ പോലീസുകാർ പ്രവർത്തിക്കാവൂ എന്നൊരു മട്ടും ഭാവവുമുണ്ട് കേരളത്തിൽ. ഈ പോലീസുകാർക്ക് ഈ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. എത്ര പോലീസുകാരാണ് ഈ പോലീസ് സേനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത്? കാരണം ഒന്ന് സമ്മർദ്ദം താങ്ങാനാകാത്തത്, മറ്റൊന്ന് ഈ നീതിക്കൊപ്പം നിൽക്കാനാകാത്തത്. ഈ പോലീസ് നീതിക്കായി പ്രവർത്തിക്കുമ്പോൾ നീതിക്കെതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഗുണ്ടകളാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ, അതിനെ മറികടന്ന് പോലീസിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ ഇവർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ ആ ജോലിയിൽ നിന്നും രാജിവെച്ച് പോകുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ മായ സൂചിപ്പിച്ചതുപോലെ കേരളം സുരക്ഷിതമല്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്. കുട്ടി നേതാക്കന്മാർ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി നമ്മൾ കാണുന്നതാണ്. ഈ പ്രതിയെ ബലമായി ചേർന്ന് ഇറക്കിക്കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ പോലീസിന് നേരെ കയർക്കുന്നു, പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കുന്നു. ഇതൊന്നും നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല, ഇന്ന് കേരളത്തിലാണ്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടന്നാൽ മാത്രമേ ഈ പ്രബുദ്ധ നായകന്മാരും അതുപോലെ തന്നെ നമ്മൾ കണ്ടു വളർന്ന വലിയ വലിയ നായകന്മാരും ഒക്കെയും ഈ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ പോസ്റ്ററുകളും പ്രൊഫൈൽ പിക്കും ഒക്കെ മാറ്റി പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇങ്ങ് കേരളത്തിൽ നടന്നപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടമില്ല.
ആക്രമണത്തിന് ഇരയായ സമയത്ത് ആ യുവതി തന്നെ ഇതൊരു സംശയവും കുറച്ച് നിഗൂഢതയും ഒരു ദുരൂഹതയൊക്കെയുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. ഈ യുവതി ആക്രമിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ ഒരു യുവതി ഈ ഗുണ്ടകളോട് വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നു എന്ന് യുവതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് കൊട്ടേഷനാണെന്ന് ആരോപിച്ച് ആദ്യം ഉടമ രംഗത്തെത്തുന്നു. പിന്നീട് അയാൾ ഫോൺ വിളിച്ചാലൊന്നും, മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ചാലൊന്നും എടുക്കില്ല. പിന്നെ അയാൾ മൊഴി നൽകാനോ പരാതി നൽകാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഗുണ്ടാ പിരിവിനായി എത്തിയവർ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത് വെറുമൊരു ക്രിമിനൽ കേസ് മാത്രമല്ല, ക്രിമിനലുകൾക്ക് പോലീസിനെയോ നിയമത്തെയോ പേടിയില്ലാത്തൊരു സാഹചര്യം ഇവിടെ വളരുന്നു എന്നതിൻ്റെ കൂടെ ഒരു തെളിവാണിത്. ഉണർന്ന് പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ ആശങ്കയകറ്റേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ പുതിയ സീസണിന് ഇന്ന് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ 8ാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണി മുതലാണ് മത്സരം. സച്ചിൻ സുരേഷ് ആകും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കാക്കുക. പ്രതിരോധ നിരയിൽ വിദേശ താരം ഉമർ ബാഹിൻ്റെ അനുഭവ സമ്പത്തും ഇന്ത്യയുടെ അണ്ടർ 23 ക്യാപ്റ്റൻ പികാഷ് യുംനമിൻ്റെ നേതൃപാടവവും ടീമിന് കരുത്താവും. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും ടീമിനെ ഒത്തിണക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും മാർലോൺ റോസ്, വിപിൻ മോഹൻ എന്നിവരും ഉണ്ടാവും. അതേസമയം മറ്റൊരു മത്സരത്തിൽ FC ഗോവ ഇന്റർകാഷിയെ നേരിടും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ. നമസ്കാരം.